മലയാളത്തിന് പുറമെ തമിഴകത്തും തിരക്കേറുകയാണ് മഞ്ജു വാര്യർക്ക്. സിനിമകളും ഡാൻസും പൊതുചടങ്ങുകളും മറ്റുമായി തിരക്കേറിയ ജീവിതമാണ് മഞ്ജു വാര്യർ ഇന്ന് നയിക്കുന്നത്. 15 വർഷത്തോളം സിനിമാ രംഗത്ത് നിന്നും മാറി നിന്ന മഞ്ജു ഈ വിടവ് നികത്തും വിധം തനിക്ക് വരുന്ന നല്ല അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുന്നു. തൻ്റെ താരമൂല്യം എത്രയെന്ന് മഞ്ജുവിന് തന്നെ അറിയില്ലെന്നാണ് ആരാധകർ പറയുന്നത്. അത്രയും സൗമ്യമായും എളിമയോടെയുമാണ് നടി എല്ലാവരോടും പെരുമാറുന്നത്. മഞ്ജുവിൽ ആരാധകർക്ക് ഇഷ്ടമുള്ളതും ഇത് തന്നെയാണ്. ജീവിതം കീഴ്മേൽ മറിച്ച പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും പക്വമായാണ് മഞ്ജു ഇതിനെയെല്ലാം നേരിട്ടത്. തൻ്റെ ചെറിയൊരു വാക്ക് പോലും ഉണ്ടാക്കുന്ന ചലനങ്ങൾ അറിയുന്നതിനാൽ പ്രശ്നകലുഷിതമായ സമയങ്ങളിൽ മഞ്ജു വാര്യർ മൗനം പാലിച്ചു. വിവാദങ്ങളിൽ പെടാതിരിക്കാൻ നടി എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതേസമയം പലപ്പോഴും ട്രോളുകളും മഞ്ജുവിനെതിരെ വന്നിട്ടുണ്ട്. ഒടിയൻ എന്ന സിനിമയിലെ ഡയലോഗ്, ആയിഷയിലെ ഡാൻസ് തുടങ്ങിയവയെല്ലാം താരത്തിന് നേരെ ട്രോളുകൾ വരാൻ കാരണമായി. മിക്ക ട്രോളുകളും താൻ ആസ്വദിക്കാറുണ്ടെന്ന് മഞ്ജു വാര്യർ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. മഞ്ജുവിൻ്റെ പുതിയ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത്. വനിതാ ഫിലിം അവാർഡ് വേദിയിൽ താരം പാട്ടുപാടുന്ന ദൃശ്യങ്ങളാണ്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. പരംപരം സുന്ദരി എന്ന ഗാനമാണ് മഞ്ജു വാര്യർ വേദിയിൽ പാടിയത്. ആസ്വദിച്ച് പാട്ടുപാടുന്ന മഞ്ജുവിനെയാണ് വേദിയിൽ കാണുന്നത്. മനോഹരമായി നടി പാടുകയും ചെയ്തു. എന്നാൽ വീഡിയോക്ക് താഴെ ചിലർ വിമർശനവുമായി എത്തി. പാട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചതാണെന്നും മഞ്ജു മൈക്ക് പിടിക്കുന്നേയുള്ളൂവെന്നും കമൻറ്റുകൾ വന്നു. ഇങ്ങനെയുള്ള പ്രീ റെക്കോർഡിംഗ് സ്റ്റേജ് നാടകം എന്തിനാണാവോ മലയാളികളുടെ മുന്നിൽ? പാടാൻ അറിയുന്നവർ പാടട്ടെ എന്നാണ് ഒരാളുടെ കമൻറ്റ്. ഈ വാദത്തെ എതിർത്തുകൊണ്ടും കമൻറ്റുകൾ വന്നു. പ്രീ റെക്കോർഡിംഗ് ആണെന്ന് തോന്നുന്നില്ലല്ലോ എന്ന് ഒരാൾ ചോദിച്ചു. പ്രീ റെക്കോർഡ് ആണെങ്കിലും നന്നായി പാടുന്നുണ്ടല്ലോ എന്നാണ് മറ്റൊരാളുടെ ചോദ്യം. മഞ്ജുവിൻ്റെ ഹിന്ദി ഉച്ചാരണം മലയാളം പറയുന്നത് പോലെ തോന്നുന്നെന്നും അഭിപ്രായം വന്നു. അതേസമയം മഞ്ജുവിനെ പ്രശംസിച്ചും കമൻറ്റുകളുണ്ട്. നേരത്തെയും വേദികളിൽ മഞ്ജു നന്നായി പാടിയിട്ടുണ്ട്. പാട്ട് പാടാൻ മഞ്ജുവിന് എപ്പോഴും താല്പര്യമുണ്ടെന്ന് ആരാധകർ പറയുന്നു. അഭിനയത്തിനപ്പുറം തൻ്റെതായ വിനോദങ്ങൾ കണ്ടെത്താൻ മഞ്ജു എപ്പോഴും ശ്രമിക്കാറുണ്ട്. അടുത്തിടെയാണ് താരം BMW ബൈക്ക് വാങ്ങിയത്. തമിഴ് താരം അജിത്തിനൊപ്പം ബൈക്ക് റൈഡിന് പോയ ശേഷമാണ് ബൈക്കിനോട് മഞ്ജുവിന് കമ്പം വന്നത്. മഞ്ജുവിൻ്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ. ആയിഷ, വെള്ളരിപ്പട്ടണം എന്നിവയാണ് മലയാളത്തിൽ മഞ്ജുവിൻ്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ.